ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 28, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 14 അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ഇന്ന് അബ്ശാലോം രാജകുമാരൻ കൊട്ടാരം വിട്ട് പോയിട്ട്, ഒളിച്ചു താമസിക്കാൻ പോയിട്ട്, ഭയപ്പെട്ട് മാറിപ്പോയിട്ട് ഇന്ന് 3 വർഷമായി. തൻ്റെ അപ്പനായ ദാവീദ് തൻ്റെ മകനെക്കുറിച്ച് വ്യസനിക്കുന്നുണ്ട്. അബ്ശാലോമിൻ്റെ നേരെ തൻ്റെ മനസ്സ് ചാഞ്ഞിരിക്കുന്നുവെന്ന് യോവാബ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ യോവാബിന് അബ്ശാലോമിനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അബ്ശാലോമിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ട ആള് ഇദ്ദേഹത്തിന് അനിഷ്ടനായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ അബ്ശാലോമിനൊരു കുറ്റമുള്ളതായിട്ട് യോവാബിന് തോന്നുന്നില്ല. അതുകൊണ്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നേരിട്ട് രാജാവിനോട് പറയാൻ വയ്യാത്തതുകൊണ്ട് തെക്കോവയിൽ നിന്ന് ഒരു ബുദ്ധിമതിയായ സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് തൻ്റെ 2 മക്കൾ അവർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർ തമ്മിൽ ഒരു കശപശി ഉണ്ടായി. അവർ തമ്മിൽ ഒരുവനെ കൊന്നു. അപ്പം മറ്റവനെയും നാട്ടുകാരെല്ലാവരും കൂടെ ജീവിച്ചിരിക്കുന്നവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരെന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് പശ്ചാത്തലമുള്ള ഒരു കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് അബ്ശാലോമിൻ്റെ സഹോദരനായ അമ്നോനെ കൊന്നതിൻ്റെ ഏകദേശം അതേ രീതിയിലാണ് ഈ സംഭവം പറഞ്ഞു വരുന്നത്. കുറച്ച് കഥയുണ്ട്. ആ കഥ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അത് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചതിന് ശേഷം ഒടുവിൽ അവർ എൻ്റെ മകനെയും എന്നെയും കൊല്ലുവാൻ നോക്കുന്നു. രാജാവ്, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നാണ് ഈ കഥയുടെ അല്ലെങ്കിൽ ഈ കഥ പറയാൻ ഉണ്ടായ സാഹചര്യം. ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷ വേണം, ഞാൻ ഒരു വിധവയാണ് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഈ ദാവീദ് ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഇതിലെല്ലാം യോവാബിൻ്റെ കൈ ഇല്ലയോ എന്ന്. അപ്പോൾ സ്ത്രീ പെട്ടു. അപ്പോൾ സ്ത്രീ പിന്നെ കള്ളം പറയാൻ പോയില്ല. അതേ തിരുമനസ്സെ, യോവാബാണ് ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞെല്ലാം പറയുമ്പോൾ അവസാനം ഈ ദാവീദ് ചെയ്ത കുറ്റം അല്ലെങ്കിൽ ദാവീദിൻ്റെ മുമ്പിൽ നിന്ന് അബ്ശാലോം ഓടിപ്പോയിരിക്കുന്നതിനെ സംബന്ധിച്ച് ബോധം വരുത്തക്ക തരത്തിലാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാജാവിനത് മനസ്സിലായത്, ഇത് യോവാബ് പറഞ്ഞിട്ടാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ പറയുന്നത്, സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. എത്ര ഒളിച്ചു വെച്ചാലും നിനക്ക് അത് ഒളിഞ്ഞിരിക്കില്ല, നിനക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒടുവിൽ യോവാബ് എന്നെ അനുവാദം കിട്ടി, നീ പോയി അബ്ശാലോം രാജാവിനെ കൊണ്ടുവരിക എന്ന് യോവാബിനോട് പറഞ്ഞു. യോവാബ് സാഷ്ടാംഗം കൊണ്ട് നമസ്കരിച്ച് രാജാവിനെ അഭിനന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടിയൻ്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയനെ തിരുമുമ്പിൽ കൃപ ലഭിച്ചു എന്ന് അടിയൻ ഇന്ന് അറിയുന്നു എന്ന് പറഞ്ഞ് യോവാബ് പുറപ്പെട്ട് ഗശൂരിൽ ചെന്ന് ഗശൂരിലെ രാജാവിൻ്റെ കൊച്ചുമകനായ അബ്ശാലോമിനെ, ദാവീദിൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ രാജാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ തൻ്റെ വീട്ടിലേക്ക് പോകട്ടെ, എൻ്റെ മുഖം അവന് കാണരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തൻ്റെ വീട്ടിൽ പോയി. രാജാവിൻ്റെ മുഖം കണ്ടതുമില്ല. തിരികെ വന്നു. പക്ഷേ രാജാവിന് ആ ഒരു കോപം ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം അബ്ശാലോമിനെ കുറിച്ച് ഇവിടെ ഒരു വർണ്ണന എഴുതിയിട്ടുണ്ട്. അബ്ശാലോമിനെപ്പോഴും ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടി വരെ അവനൊരു ഊനവും ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ തലമുടി ആണ്ടുതോട്ടും കത്തിരിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കാൽ അത്ര കത്തിരിപ്പിച്ചത്. അപ്പം അതുപോലെ തലമുടി ഒക്കെയും വരുന്നുണ്ട്. എഴുതിയിരിക്കുന്നത് രാജതൂക്കത്തിന് 200 ശേക്കൽ കാണുമെന്നാണ്, മുടി മാത്രം. അബ്ശാലോമിന് 3 പുത്രന്മാരും ഒരു മകളും ജനിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ മുഖം കാണാതെ ഇരിക്കുന്നതുകൊണ്ട് അബ്ശാലോം വീണ്ടും 2 വർഷം യെരൂശലേമിൽ പാർത്തു. മൊത്തം ഇപ്പം 5 വർഷമായി അപ്പനെ കണ്ടിട്ട്. അബ്ശാലോം യോവാബിനെ
രാജാവിൻ്റെ അടുക്കൽ അയക്കേണ്ടതിന് അവനെ വിളിപ്പാൻ ആളയച്ചു. അവനവൻ്റെ അടുക്കൽ ചെന്നില്ല, യോവാബ് പോയില്ല. രണ്ടാമത് പറഞ്ഞിട്ടും യോവാബ് ചെന്നില്ല. യോവാബിനൊരു നിലമുണ്ടായിരുന്നു, അതിൽ യവം വിളഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പം യോവാബിൻ്റെ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് ആ യോവാബിൻ്റെ യവ തോട്ടം അല്ലെങ്കിൽ യവ പിടിച്ചിരിക്കുന്ന നിലം തീ വെച്ച് കളയാൻ പറയും. അങ്ങനെ അവർ പോയി അത് തീ വയ്ക്കും. അപ്പോൾ തീ വെക്കുമ്പം അബ്ശാലോം വന്ന് ഇതെന്തും ചോദിച്ചു. അപ്പോഴാണ് അബ്ശാലോം പറഞ്ഞത്, ഞാൻ ഗശൂരിൽ നിന്ന് എന്തിനാണ് വന്നത്? അല്ലെങ്കിൽ ഞാൻ ഗശൂരിൽ തന്നെ ഇരുന്നാൽ പോരെ? ഗശൂരിൽ നിന്ന് എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നാൽ മതിയായിരുന്നല്ലോ. എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രാജാവിൻ്റെ മുഖം കാണാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. യോവാബ് ഈ കാര്യം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അബ്ശാലോം രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവിന് മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, തെറ്റ് ചെയ്ത, പൊറുക്കാൻ പാടില്ലാത്ത ഒരു കുറ്റം, ഒരു കൊലപാതകം, അതും ഈ ദാവീദിൻ്റെ തന്നെ മറ്റൊരു മകനെയാണ് കൊല്ലുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു മരണശിക്ഷ ആണ് അവിടെ കൊടുക്കാനുള്ളത്. മരണശിക്ഷ കൊടുക്കേണ്ട ഒരു ക്രിയയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് നമ്മൾ ദൈവമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെണ്മയുള്ളതാക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതിന് ഒരു മടങ്ങിവരവും മാനസാന്തരവും ക്ഷമ ചോദിക്കലും ഒക്കെ അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് ആവശ്യമുണ്ട്. അത് ഹൃദയപ്രകാരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, മനസ്സറിഞ്ഞവനാ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്നത് ആർക്ക് അറിയാൻ കഴിയും? അത് ദൈവത്തിന് അറിയാമെന്നുള്ളതാണ്. നമ്മൾ പുറത്ത് പറയുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരാളോട് ക്ഷമ ചോദിച്ചാൽ അത് ഹൃദയപ്രകാരം ചോദിച്ചതാണോ വെറുതെ നാവ് കൊണ്ടുള്ള വ്യായാമം മാത്രമാണോ എന്നുള്ളത് നന്നായിട്ട് ദൈവത്തിനറിയാം. അത് അവിടെയാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അത് ഹൃദയപ്രകാരവും ആത്മാർത്ഥവും യഥാർത്ഥ പശ്ചാത്താപത്തിൽ നിന്നുണ്ടായ ഒരു ക്ഷമ ചോദിക്കലുമാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകില്ല. എന്താ റിസൾട്ട് ഉണ്ടാകാത്തത്? റിസൾട്ട് വരേണ്ടത്, അല്ലെങ്കിൽ വിടുതൽ വരേണ്ടത്, ആശ്വാസം വരേണ്ടത്, അനുഗ്രഹം വരേണ്ടത്, സമാധാനം വരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിനത് ഇവിടെ നീതീകരണം ലഭിച്ചിട്ടില്ല ഈ വിഷയത്തിന്മേൽ. കാരണം ഇയാൾ ഹൃദയപ്രകാരമല്ല ക്ഷമ ചോദിച്ചതെന്നുള്ളതാണ്. അപ്പം അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ മകൻ കടന്നു വരുന്നു, മകനോട് ക്ഷമിക്കുന്നു അപ്പൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അപ്പനെ കാണണം. ആ ഒരു മടങ്ങി വരുമൊക്കെ രാജാവിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ള രാജാവിന്, ദാവീദിന് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും നമ്മളെ ദൈവത്തിന് നന്ദി പറഞ്ഞു പോകുന്ന, സ്തോത്രം പറഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ് ഇത്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായമാണ്. 18-ാമത്തെ അധ്യായത്തിൽ ദൈവം യിരെമ്യാ പ്രവാചകന് പറയും, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ല്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയാം. അപ്പോൾ കുശവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, കുശവൻ ഒരു ചക്രത്തിന്മേൽ തൻ്റെ പാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉണ്ടായിക്കൊണ്ടിരുന്ന പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി. അത് യഥാർത്ഥ രൂപത്തിൽ, ഉദ്ദേശിച്ച രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ അത് ചട്ടിയോ കലമോ എന്തോ ആയാലും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കയ്യിലിരുന്ന് അതങ്ങ് ചീത്തയായിപ്പോയി. പക്ഷേ കുശവൻ അതിൽ നിരാശനായില്ല. കുശവൻ അപ്പം തന്നെ അതിനെ വീണ്ടും കുഴച്ച് വീണ്ടും അതിനെ മറ്റൊരു രൂപമാക്കി, മറ്റൊരു പാത്രമാക്കി മാറ്റി. അപ്പോൾ ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയാൻ ആഗ്രഹിച്ചതാണ്, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? അതായത് തകർന്നു പോയാലും ഈ പാത്രത്തിനെ വീണ്ടെടുത്ത് ശരിയാക്കിയതുപോലെ. അതാണ് താഴെ വീണ്ടും എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു.
ഞാനൊരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് കളഞ്ഞ് ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞും എന്ന് അരുളി ചെയ്തിട്ട് അതിനെ അങ്ങനെ ചെയ്ത കാര്യം നടന്നതിന് ശേഷം ആ ജാതി ദുഷ്ടത വിട്ട് തിരിയുമ്പോൾ തിരിയുന്നെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അപ്പം ശിക്ഷ കൊടുത്താലും അതിനെ മടക്കി വരുത്തും. ഇത് ശിക്ഷ കൊടുത്തില്ല, അവർ അനുദപിക്കുക, നിനവേലെ ആൾക്കാരെ അനുദപിച്ചതുപോലെ അവർ അനുദപിക്കുകയാണെങ്കിൽ അവർക്ക് വരുമെന്ന് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അതാണ്. അപ്പോൾ ഇവിടെ അവരോട് പറയുന്നതാണ്, നിങ്ങൾ ഇപ്പോൾ മടങ്ങി വന്നാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദോഷത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് ദൈവം വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യുന്നു എന്ന് അരുളി ചെയ്തിട്ട് അതിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്നരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അത് തിരിച്ചും. അപ്പോൾ ഞാനതിനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരതിൻ്റെ വഴിയിൽ നടക്കുന്നില്ലെങ്കിൽ അവരുടെ ആ നന്മ ഞാൻ തടുത്തു കളയും. അവർ തിന്മയായി നടക്കുന്നു, അവർ തിരിച്ച് നന്മയിലേക്ക് മടങ്ങി വന്നാൽ അവർക്ക് ഞാൻ വരുത്തുവാൻ ഉദ്ദേശിച്ച ശിക്ഷ അവർക്ക് നടത്തുകയില്ല. ഇത് രണ്ടുമാണ് ദൈവം പറയുന്നത്. എന്നിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ, ജാതികളുടെ ഇടയിൽ ചെന്ന് അന്വേഷിപ്പിൻ, ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു. ലെബനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ എന്ന് പറയുന്ന പോലെ എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ, പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവുമാക്കുന്നു. അതിൽ കൂടി കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് തലകുലുക്കും. കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചു കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എൻ്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. എന്നാൽ അവർ, വരുവിൻ, നമുക്ക് യിരെമ്യാവിൻ്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതൻ്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകൻ്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവിൻ, നമുക്ക് അവനെ നാവുകൊണ്ട് കൊന്നു കളകാം, അവൻ്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ജനം ചെയ്യുന്നത്. അപ്പം ഇത് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നതൊന്നും അവർക്ക് അനുകൂലമായൊരു കാര്യമായിട്ടോ അവർക്കുള്ള വിടുതലിൻ്റെ സന്ദേശമായിട്ടോ വരാനിരിക്കുന്ന കഷ്ടത്തിനെ ഒഴിവാക്കി പോകുന്ന കാര്യമായിട്ടോ ഒന്നും തോന്നില്ല. അവർ യിരെമ്യാവ് തങ്ങളോട് ദോഷമായത് പറയുന്നു, ഞങ്ങൾക്ക് ദോഷം നിരൂപിക്കുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതങ്ങനെയല്ലല്ലോ. പക്ഷേ ഇതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ യിരെമ്യാവിനെ കൊന്നുകളയണം, ഇല്ലെങ്കിൽ ഇല്ലാതാക്കി കളയണം, തോൽപ്പിക്കണം എന്നൊക്കെയും തോന്നുന്നത്. എന്നിട്ട് എൻ്റെ താഴെ, യഹോവയെ എനിക്ക് ചെവി തന്ന എൻ്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ. അത് യിരെമ്യാ പ്രവാചകൻ പറയും. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? അവർ എൻ്റെ പ്രാണഹാനിക്കായിട്ട് കുഴി കുഴിച്ചിരിക്കുന്നു. നിൻ്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്ന് ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ശിക്ഷ കൊടുക്കണമേ എന്ന് പറയുന്നൊരു ഭാഗമാണിത് ഈ ഭാഗത്ത് കാണുന്നത്. പക്ഷേ ഇവിടെ യേശുക്രിസ്തുവുമായിട്ട് ഒരു വ്യത്യാസമുള്ളത്, യേശുക്രിസ്തു പറഞ്ഞത് ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമെന്നാണ്. പക്ഷേ യിരെമ്യാ പ്രവാചകൻ ഇവിടെ ഒരു സാധാരണ മനുഷ്യനെ പോലെ, അപ്പം യിരെമ്യാ പ്രവാചകൻ അതങ്ങനെ പറഞ്ഞായിരിക്കണമെന്നില്ല. യിരെമ്യാ പ്രവാചകന് അറിയാം ദൈവം അവർക്ക് കൊടുക്കാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച്. അതിപ്പം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യും. അപ്പം അതുകൊണ്ട് ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യം അവർക്ക് ചെയ്യണമേ എന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. അവരോട് ക്ഷമിക്കണമെന്നല്ല എന്നുള്ളതേ ഉള്ളൂ ചെറിയ വ്യത്യാസമുള്ളത്. അവിടെ അവർക്ക് വരുത്താനിരിക്കുന്ന ശിക്ഷയെ അവർക്ക് കൊടുക്കണം. കാരണം അതിന് മാത്രം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് താഴെ, യഹോവേ, എൻ്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും അങ്ങ് അറിയുന്നു. അവരുടെ അകൃത്യം ക്ഷമിക്കരുത്, അവരുടെ പാപം അങ്ങയുടെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുത്. അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ. അങ്ങയുടെ കോപത്തിൻ്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കണം. അതാണ്, അങ്ങയുടെ കോപത്തിൻ്റെ കാലത്ത് തന്നെ അവരോട്. അപ്പോൾ എൻ്റെ കോപത്തിനല്ല, അങ്ങയുടെ കോപത്തിനാണ്. അങ്ങ് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ശിക്ഷ അവർ കൊടുക്കണമെന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. ഇപ്പം യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ പാപം ക്ഷമിക്കണം അറിയാതെ ചെയ്യുകയാണെന്ന് പറയുമെങ്കിലും ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അവർ കൊടുക്കുന്നുണ്ട്. തലമുറകളിലേക്ക് നീണ്ടു കിടക്കുന്ന, ഇന്നും അത് ശരിയാകാത്ത തരത്തിലുള്ള ശിക്ഷ അവരുടെ മേൽ കിടക്കുകയാണ്. ഇന്നും അത് യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. യെരൂശലേമായാലും യഹൂദയായാലും ഇസ്രായേലായാലും. അപ്പം അത്ര കണ്ട് നൂറ്റാണ്ടുകളിലേക്ക് പടർന്നു കയറിയ ഒരു ശിക്ഷയാണ് അവിടെ അവർക്ക് ലഭിച്ചത് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ദൈവം ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിക്കുമ്പം അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും അതിനെ തടുക്കാൻ ഒത്തില്ല എന്നുള്ളതാണ്.
പക്ഷെ ഇവിടെ അത് പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കും. അത് കുറച്ച് കാലം കൂടെ പോകുന്നതിന് മുമ്പോട്ട് പോയി അത് കഴിഞ്ഞിട്ടത് നടപ്പാക്കിയതായിട്ടും നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും അതുപോലെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം. പുതിയ നിയമ പുസ്തകങ്ങളിലെ ഓർഡർ എഴുതി വച്ചിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന ഓർഡർ പ്രകാരം 6ാമത്തെ പുസ്തകമായിട്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം വരുന്നത്. ആദ്യം 4 സുവിശേഷങ്ങൾ, അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അത് കഴിഞ്ഞ് റോമർക്ക് എഴുതിയ ലേഖനം. അപ്പം ഇത് പൗലോസിൻ്റെ ലേഖനങ്ങൾ, വേറെയും ലേഖനങ്ങൾ ബൈബിളിലുണ്ട്. ആദ്യം എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതിൻ്റെ ക്രമം ആദ്യത്തെ ക്രമത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പൗലോസ് എഴുതിയ 1ാമത്തെ ലേഖനമായി കരുതേണ്ടതില്ല. വേറെയും 13 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ പുസ്തകത്തിനകത്തുണ്ട്. ചിലപ്പോൾ എഴുതപ്പെട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെയും സ്ഥാനഭ്രംശമോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്ത ലേഖനങ്ങൾ വേറെയും കാണാം. പക്ഷേ ബൈബിളിലാകെ 13 ലേഖനങ്ങളാണ് ഉള്ളത്. ഈ റോമർക്ക് എഴുതിയ ലേഖനം റോമയിലെ വിശ്വാസികളും റോമയിലെ ജനത്തിനുമായിട്ട് എഴുതുന്നതാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ ഏറ്റവും എന്ന് തന്നെ പറയാവുന്ന ശക്തമായ ലേഖനങ്ങളിലൊന്നാണ്. ഞാനതിനെ കാണുന്നത് ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒട്ടുമിക്ക എല്ലാ ഉപദേശങ്ങളും ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാം. ദൈനംദിന ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന്, ഒരു ഉപരിപ്ലവമായിട്ടല്ല, ഡേ ടു ഡേ ലൈഫ്, വ്യക്തിപരമായി ഓരോരുത്തരും എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത്, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കേണ്ടത് എന്നുള്ളതിനുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻ, മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഒരു സംശയവും നമുക്ക് തോന്നാതെ വിധം, ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് ഞാൻ പ്രതികരിക്കേണ്ടത്, ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം റോമർക്ക് എഴുതിയ ലേഖനം നമുക്ക് തരും. അത് തുടക്കം തന്നെ നമ്മൾ വായിക്കുന്നത് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തുകൾ ചില വാക്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 11 തുടങ്ങി 15 വരെയൊക്കെ ഒറ്റ സെൻറ്റൻസ് ആയിരിക്കും. അതുപോലെ ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഒരു കാതലായ ഒരു കാര്യം പറയുന്നുണ്ടാവും. പക്ഷേ അത് ചില സംഗതികളിലൂടെയൊക്കെയും പോയിട്ടാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അതെത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രത്യേക ഒരു ഭാഷാശൈലിയാണ്, രചനാശൈലിയാണ് ഇത്. അത് എല്ലാ ലേഖനത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെയും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മരിച്ചതോടുകൂടി അതുവരെ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും വീരവാദങ്ങൾക്കും എല്ലാം അവസാനമുണ്ടാകാൻ, ഇതെല്ലാം ചുമ്മാതെ പറഞ്ഞതാണ്, ഇതൊന്നും കാര്യമായതല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞതൊക്കെയും വെറുതെ പറഞ്ഞതാണ് എന്ന് ജനം ചിന്തിക്കാനും വിശ്വസിക്കാനും തക്കവണ്ണമായി. എന്നാൽ ആ മരണത്തിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതുകൊണ്ട് ആ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ലോകത്തിന് മുമ്പാകെ ശക്തിയോടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് അത്തരമൊരു വലിയ
മാന്യത ക്രിസ്തുവിന് നൽകിക്കൊണ്ടാണ്. പാപമൊന്നും ചെയ്യാതെ, പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ പാപമൊന്നും ചെയ്യാതെ തന്നെ മരണത്തിലേക്ക് പോയ, അതും ഇത്രയും വലിയൊരു ദാരുണമായ മരണത്തിലേക്ക് പോയ യേശു ക്രിസ്തുവിനെ മാനിക്കുവാൻ, സകല ലോകത്തിന് മുമ്പിലും മാനിക്കുവാൻ ദൈവം അത് മുഖാന്തരമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ കുറിച്ച് ചില നല്ല കാര്യങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്നു, അതിന് ഞാൻ ദൈവത്തിനൊക്കെ സ്തുതി ചെയ്യുന്നു എന്നൊക്കെയും നമുക്ക് വായിക്കാം. പിന്നെ വിശ്വാസ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെയും അവിടെ പറയുന്നതിൽ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ ആദ്യം ഇത് എത്തിയത് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യഹൂദനാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനാണ് ലഭിച്ചത്. പിന്നീട് അത് ജാതികളിലേക്ക്, ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആ സുവിശേഷം എത്തുകയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അവിടെ അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അപ്പോൾ വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം, വിശ്വാസമാണ് ഇതിന് ആധാരം. നിങ്ങൾ എന്നെ ആരെന്ന് വിചാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ഇതിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതായത് ഈ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന ശില. ഇതിനെ മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല. പലരും മാറ്റിയിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവനും വിശ്വസിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. എന്നാൽ അടിസ്ഥാന ശില എന്ന് പറയുന്നത്, അത് ശിലയുടെ മേളിലാണ് ബാക്കി എല്ലാം പണിയപ്പെടുക. ആ ശിലയുടെ മേൽ ഇന്ന് കാണുന്ന പല വിശ്വാസങ്ങളും ചേർത്ത് വെച്ചാൽ ആ ശിലയുടെ മേൽ പണിയപ്പെടാൻ പറ്റിയ കല്ലുകളല്ല ആ വിശ്വാസങ്ങൾ നമുക്ക് തിരിച്ചറിയാനും കഴിയും. അതുകൊണ്ട് അത് എന്താണെന്ന് തിരിച്ചറിയുകയും എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യം ഈ സമയം പ്രത്യേകം ഓർമ്മിക്കട്ടെ. പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്. അവർ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന മഹത്വം കൊടുക്കാതെ അവർ കല്ലിനെയും മണ്ണിനെയും അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനെ ദൈവമായിട്ട് കാണുന്നുണ്ട്, പക്ഷികളെ ദൈവമായിട്ട് കാണുന്നുണ്ട്, നാൽക്കാലി, ഇഴജാതി എല്ലാത്തിനും ദൈവമായിട്ട് കണ്ട് ദൈവത്തിനുള്ള മഹത്വം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിയിട്ട് സൃഷ്ടിച്ചവനേക്കാളും സൃഷ്ടിയെ ഭജിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ മാറിയെന്നാണ്. അപ്പം അത് തൻ്റെ ദൈവജനം അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവരെ ആ കാര്യങ്ങളിൽ ശ്ലാഘിക്കാനും, നിങ്ങൾ തിരിഞ്ഞു വന്നത് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ഇവിടെ. അതിൻ്റെ കൂടെ വിശ്വാസികൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും, തങ്ങൾ ഈ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്ന ജനത്തെ പോലെ അല്ല, വ്യത്യസ്തയുള്ളവരാണെന്ന് അവർക്ക് മനസ്സിലാവും. എന്നിട്ട് താഴോട്ട്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പം വചനത്തിലൊരു ഭാഗത്ത് പറയുന്നത്, ഇവിടെ തന്നെ പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നുവല്ലോ. ദൈവം അവർക്ക് വെളിവാക്കിയിട്ടുണ്ട്. 19-ാമത്തെ വാക്യം. അപ്പം അതിൻ്റെ 20 നമുക്ക് വായിക്കാം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനുള്ള വലിയ തെളിവുകൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള ലോകത്ത് തന്നെ കാണുന്ന അത്ഭുതങ്ങൾ കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഈ സൃഷ്ടിയൊക്കെ എങ്ങനെയാണ്, ഈ സൃഷ്ടിയുടെ മഹത്വമൊക്കെ കണ്ട് ഒരു പുല്ല് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ നിറം, അതിൻ്റെ ടെക്സ്ചർ, കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിശയം തോന്നും. ഒരു പുല്ല് പോലും. അങ്ങനെ അതിശയങ്ങളുടെ ഒരു വലിയ കലവറയാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ഭൂമി എന്ന് പറയുന്നത്. ആ സൃഷ്ടിയെ തന്നെ ചിന്തിച്ചാൽ തന്നെ ആ സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് മഹത്വീകരിക്കാനൊക്കെ ഇതിൽ ആര് സൃഷ്ടിച്ചു, ദൈവമേ ഇതൊക്കെ ആര് സൃഷ്ടിച്ചു നമുക്ക് തോന്നും. അപ്പോൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്ത ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിലെല്ലാം തെളിവായിട്ടുണ്ട് ദൈവമാരെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കുവാൻ. പക്ഷേ അവർ ഈ സൃഷ്ടിയെ തന്നെ, സൃഷ്ടിയാണ് ദൈവം, പാമ്പ് ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സൃഷ്ടിയാണ്, തന്നെപ്പോലെ സൃഷ്ടിയാണ്, വ്യത്യസ്തങ്ങളുള്ളതാണെങ്കിൽ തന്നെപ്പോലെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി അത് ദൈവമല്ല എന്ന് ചിന്തിക്കാൻ, അപ്പോൾ എന്നെയും ഈ പാമ്പിനെയും സൃഷ്ടിച്ച ഒരുവനെ അന്വേഷിക്കാൻ അവന് മനസ്സാകുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനോടും പറയാൻ നിനക്ക് പ്രതിവാദം പറയാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ മറ്റുള്ളവനെ കുറ്റം വിധിക്കും. അപ്പോൾ ആ കുറ്റം വിധിക്കൽ ഈ കാര്യത്തിലും നമ്മൾ ചെയ്യും. പക്ഷെ അവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും
അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടി ചെയ്യുന്നു. ആര്? ഈ ദൈവജനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്ന നീ നിന്നെ തന്നെ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത്. നിന്നെ അങ്ങനെ വിധിക്കുന്നതിലൂടെ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. മറ്റുള്ളവർ കുറ്റം വിധിക്കും, അതേ കുറ്റം ചെയ്യുന്ന ഞാൻ എന്നെ തന്നെ വിധിക്കില്ല. ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവർ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി മനുഷ്യൻ്റെ വിധി പോലെയല്ല. അതാണ് സത്യസന്ധമായ വിധി. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഹൃദയകാഠിന്യം കൊണ്ടുമൊക്കെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കോപ ദിവസത്തേക്ക് നമ്മൾ തന്നെ അത് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നുള്ള ആഹ്വാനവും സൂചനയുമാണ് അത് കൊടുക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. എന്താണ് നിത്യജീവനും? ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും അതും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. ന്യായപ്രമാണം, അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ന്യായപ്രമാണം എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവരുമുണ്ട്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവരുമുണ്ട്. ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ കൊല്ലരുത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ന്യായപ്രമാണം അറിയാതെ തന്നെ കൊല്ലരുത് എന്ന് അവരവരുടെ ഹൃദയത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യരും ലോകത്തിലുണ്ട്. അപ്പോൾ ന്യായപ്രമാണം അറിയാതെ ന്യായപ്രമാണം അനുസരിക്കുന്നവരുണ്ട് എന്നാണ് ദൈവം പറയുന്നത്, ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ അവരുടെ മനസാക്ഷി തന്നെ അവർക്കൊരു ന്യായപ്രമാണമായിരിക്കുന്നു. അവർ ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ, ദൈവം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ ബൈബിളിന് പുറത്തുണ്ട്. പക്ഷെ അവർക്ക് ബൈബിളിനകത്ത് ഇതുണ്ടെന്നറിയില്ല. പക്ഷെ അവർ ബൈബിളിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് അവരനുസരിക്കുന്നത്. പല കാര്യങ്ങൾ തെറ്റുന്നുണ്ട് എങ്കിലും കുറേ ബൈബിളിലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ കുറേ കൽപ്പനകൾ അവരനുസരിക്കുന്നുണ്ട്, അവർ ന്യായപ്രമാണത്തിലുള്ളതാണെന്ന് അറിയാതെ. അതുകൊണ്ട് തന്നെ ദൈവം ഒരു കാര്യം അവിടെ പ്രധാനമായിട്ട് പറയുന്നത്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണെന്നാണ് ഞാൻ കരുതുന്നത്. ആരും അങ്ങനെ വളരെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ മുമ്പൊക്കെയും ഇതൊക്കെ വായിച്ചു പോകുന്ന ഒരു കാലത്തിൽ ഇത് അങ്ങനെയൊന്നും ഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കും. അവരുടെ വിചാരങ്ങളാണ്, അവരുടെ മനസ്സിനകത്ത് നടക്കുന്ന സംഘർഷങ്ങളാണ്. ഒരാളുടെ മനസ്സിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. അവരുടെ വിചാരങ്ങൾ തമ്മിൽ അതായത് അത് ചെയ്യണ്ട, അത് ചെയ്യണം, അത് ചെയ്ത് ശരിയായി, അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്ന ഭാഗമാണ്. അവരുടെ വിചാരങ്ങൾ തന്നെ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, ആ വിധിക്കുന്ന നാളിൽ ഈ പറഞ്ഞ ന്യായപ്രമാണം എന്തെന്നറിയാതെ ന്യായപ്രമാണപ്രകാരം ജീവിച്ച മനുഷ്യരെയും ദൈവം അവിടെ കണക്കിടും, അല്ലെങ്കിൽ കരുതും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇതങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്കതിൻ്റെ ഒരു തെളിച്ചത്തിൽ വരുമ്പോൾ കാണാം. നമ്മളെല്ലാം വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കരുതുന്നത്. എന്നാൽ നമ്മുടെ ചിന്തയല്ലല്ലോ ദൈവത്തിൻ്റെ ചിന്ത. അപ്പോൾ ദൈവവും ഈ ഭൂമിയിൽ ആരെയൊക്കെയോ മുമ്പും ഇപ്പോഴും ഇനിയും ഒക്കെ കണ്ടിട്ടുണ്ടാകാം. അവരുടെ ഹൃദയവും അവരുടെ മനസ്സും അവരുടെ ജീവിതവും നമുക്കറിയുന്നില്ലല്ലോ. നമ്മൾ ബൈബിൾ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഉടമസ്ഥർ എന്ന നിലയ്ക്കുള്ള ഒരു പ്രിവിലേജാണ് നമ്മുടെ മനസ്സിൽ കരുതുന്നത്. ദൈവം കാണുന്നത് അങ്ങനെയാകണമെന്നില്ല. അതുമാണ് ഇവിടെ നമുക്ക് ചെറിയൊരു സൂചന ലഭിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വാക്യം വായിച്ചാണ് 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പേർ. അപ്പോൾ ശരീരത്തിൽ പരിച്ഛേദന ഉള്ളവരുണ്ട്, അവർ യഹൂദന്മാരാണ്. അവർ ശരീരത്തിൽ പരിച്ഛേദന ഉള്ളവർ ആയിട്ടാണ്, യഹൂദൻ്റെ കടമയാണ് അത് ചെയ്യണമെന്നുള്ളത്. എന്നാൽ അവൻ പുറത്ത് കണ്ടാൽ അവൻ യഹൂദനാണ്. അവൻ്റെ വേഷം, രീതി, ഭക്ഷണം, പിന്നെ കസ്റ്റം ഒക്കെ
യഹൂദനെ വിളിച്ചോതും. പക്ഷേ അവൻ്റെ ഹൃദയം എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളാരും യഹൂദന്മാരല്ല, പക്ഷേ നമുക്ക് യഹൂദനാകാൻ പറ്റും. എങ്ങനെ? ഹൃദയം കൊണ്ട് നമുക്ക് യഹൂദനാകാൻ പറ്റും. അതുപോലെ തന്നെ അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അപ്പം അവരെപ്പോലെ യഹൂദനാകാനും അവരെപ്പോലെ പരിച്ഛേദനയുള്ളവരാകാനും ഹൃദയത്തിൽ പരിച്ഛേദനയുള്ളവരാകാനും എല്ലാ മനുഷ്യർക്കും കഴിയും. അപ്പം അവിടെ അവന് മനുഷ്യരല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. നമുക്ക് ദൈവത്തിൻ്റെ പുകഴ്ചയാണോ വേണ്ടത്, മനുഷ്യരുടെ പുകഴ്ചയാണോ വേണ്ടത് എന്നുള്ളത് ചോയ്സ് നമ്മുടെ മുമ്പിലുള്ളതാണ്. അതാണ് ഇന്നത്തെ വായനാ ഭാഗങ്ങളുടെ അവസാനം. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ താങ്കളെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ചെറു വിവരണ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.